ഹായ്, ഞാൻ ശ്രീറാം. അരയാൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മഹാനടനെക്കുറിച്ച് സംസാരിക്കാനാണ്. ഇത് കേൾക്കുമ്പോൾ പലരും നെറ്റി ചുളിക്കും. മഹാനടൻ എന്ന് പറയുമ്പോൾ മമ്മൂക്കയാണോ, ലാലേട്ടനാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം അമിതാഭ് ബച്ചനാണോ, അല്ലെങ്കിൽ രജനീകാന്താണോ, ഇങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടാകാം. പക്ഷെ ഇവരാരുമല്ല, നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരാൾ. നമ്മൾ അദ്ദേഹത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർഹമായ സ്ഥാനം ഒരു വശത്ത് അർഹമായ സ്ഥാനങ്ങളൊക്കെ നൽകി നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു നടനാണ്. പക്ഷേ അദ്ദേഹം ഒരു നായകനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് നൽകിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ പ്രശംസിച്ചുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ആദരവും മലയാള സമൂഹമോ മലയാള ചലച്ചിത്ര വേദിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നാഷണൽ ഗവൺമെൻറ്റോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനടനായ ജഗതി ശ്രീകുമാറിനെ പറ്റിയാണ്. അദ്ദേഹം നായകനായിട്ട് ഏകദേശം 5-6 സിനിമകളിലോളം അദ്ദേഹം മെയിൻ ലീഡ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര പേർക്കറിയാം നമ്മളുടെ ഇടയിൽ? ഓക്കെ, അദ്ദേഹത്തിനെ പറ്റി ഇപ്പം നമ്മുടെ കൽപ്പന ചേച്ചി, മരിച്ചുപോയ കൽപ്പന ചേച്ചി ഒരു ഭയങ്കര വിഷമത്തോടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും അമ്പിളിച്ചേട്ടന്, കാരണം ഇന്ന് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, അമ്പിളിച്ചേട്ടന് ഒരു അവാർഡ് കൊടുത്തിട്ടില്ല. എത്രയോ കഴിവുള്ള നടനാണ് അദ്ദേഹം. ഒരു കൊമേഡിയനൊക്കെ ആക്കി അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണെന്നാണ് അവരുടെ ഒരു അഭിപ്രായം. ഓക്കെ, നമുക്ക് എന്തായാലും പക്ഷെ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അമ്പിളിച്ചേട്ടനെ വെച്ച് സിനിമ ചെയ്യുവാണെങ്കിൽ എസ്പെഷ്യലി ഇന്നത്തെ എന്തിനും ഏതിനും പണം കൊണ്ടും ലാഭം കൊണ്ടും അളക്കുന്ന നമ്മുടെ സിനിമാ ലോകം ഇപ്പം ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അമ്പിളിച്ചേട്ടനെ പറ്റി സിനിമ ചെയ്യുവാണെങ്കിൽ അതിനെ വെച്ച് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് എല്ലാം വളരെ എന്താ പറയുക, ഒരു ബി ഗ്രേഡ് ഡയറക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പുതുമുഖങ്ങളായിരിക്കും. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലുമല്ല. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഉറപ്പായിട്ട് മനസ്സിലാകും, നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറും. ഓക്കെ, ഞാൻ 2000 ബാക്കിലോട്ട് പോവാണ്. 2000 അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച ഒരു മെയിൻ ലീഡ് വന്നിട്ടുള്ള സാമാന്യം നല്ലൊരു സിനിമ വന്നത്. 2000 വിനയപൂർവ്വം വിദ്യാധരൻ, ഒരു ബാങ്ക് ഓഫീസറായിട്ടാണ് അദ്ദേഹം ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ടൈറ്റിൽ ക്യാരക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് സുകന്യ അഭിനയിച്ചിരിക്കുന്നു. ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്ന KB മധു ആണ്. അപ്പോൾ ഈ പടത്തിനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയുടെ ആർഭാടവും ഭാര്യയുടെ മണ്ടത്തിനുമൊക്കെ കാരണം ഒരു ബാങ്ക് ഓഫീസറായ അദ്ദേഹത്തിൻ്റെ ജോലി പോവുകയും പിന്നീട് ഇദ്ദേഹം കുറച്ച് ആൾക്കാരുടെ സഹായത്തോടെ തൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ്. നല്ലൊരു ഫാമിലി ഡ്രാമ തന്നെയാണ്. വളരെ മിതമായ പെർഫോമൻസിലൂടെ കാരണം ഈ പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഈ പടം സാമാന്യം വിജയമായിരുന്നു. ആ പടത്തിൻ്റെ ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 5-6 ഇരട്ടിയൊക്കെ തിരിച്ചു പിടിച്ചൊരു സിനിമയായിരുന്നു വിനയപൂർവ്വം വിദ്യാധരൻ എന്നുള്ള സിനിമ. ഒരു ഫാമിലി ഡ്രാമ തന്നെയായിരുന്നു, ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയായിരുന്നു. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന പടം 1999 വന്ന ജഗദീശൻ ടൗൺ. ഈ ജഗദീശൻ ടൗൺ എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ നമ്മുടെ നിസാറാണ്, കലാഭവൻ നിസാറാണ് ഇതിൻ്റെ സംവിധായകൻ. ഇതിൽ മെയിനായിട്ട് ജഗദീശേട്ടനും രണ്ടുപേരും ഡ്യുവൽ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അന്ന് ജഗദീഷ് ആണെങ്കിലും ശരി, നമ്മുടെ മുകേഷ് ആണെങ്കിലും ശരി, സിദ്ദിഖ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു നായകന്മാർക്ക് ഒരുപാട് കോമഡി സിനിമകൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഈ നിസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലാഭവൻ നിസാർ. അപ്പോൾ ഈ കലാഭവനിൽ നമ്മുടെ മണിച്ചേട്ടനാണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള, ഇവരെല്ലാം സിനിമയിൽ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ലോ ബജറ്റുകളിലൂടെ സിനിമകളിൽ സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് നിസാർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് ഈ പറയുന്ന ജഗദീശൻ ടൗൺ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് എനിക്ക് പറയാൻ പറഞ്ഞത് 1999 തന്നെ റിലീസായ പാറശാല പാച്ചൻ പയ്യന്നൂർ പരമു എന്നുള്ള, അതിൽ നമ്മുടെ ജഗദീഷ് ചേട്ടനും അതുപോലെ ശ്രീനി ചേട്ടനുമാണ് ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സിനിമയുടെ സംവിധായകനെ നോക്കണം. സംവിധായകൻ്റെ പേരാണ് P. വേണു. ഈ P. വേണു എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞ ശാരദാമ്മ, അതിൽ സത്യൻ സാറ്, നസീർ സാറ്, മധു സാറൊക്കെ ഒരുമിച്ച് അഭിനയിച്ച ഒരു ഭയങ്കര ഹിറ്റ് സിനിമയും ശാരദാമ്മയ്ക്ക് അവാർഡ് കിട്ടിയ സിനിമയാണ് ഉദ്യോഗസ്ഥ എന്നൊരു പടം. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ബിരുദൻ ശംഖു. ആലോചിച്ച് നോക്കണം, അന്നത്തെ ഹാസ്യ സാമ്രാട്ടായിരുന്ന അടൂർ ഭാസിയെ വെച്ച് ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയ ഡയറക്ടർ തന്നെയാണ് ഈ P. വേണു എന്ന് പറയുന്നത്. പടത്തിൻ്റെ പേര് ബിരുദൻ ശംഖു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നേരത്തെ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പിന്നീട് വന്ന ഹാസ്യ സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ ജഗദീഷ് ചേട്ടൻ തന്നെയായിരുന്നു അദ്ദേഹത്തിനെ നായകനാക്കി. ഇപ്പോൾ അതിൽ ശ്രീനി ചേട്ടൻ ഉണ്ടെങ്കിലും ശ്രീനി ചേട്ടൻ ഒരു സെക്കൻഡ് ഹീറോ എന്നൊരു സ്ഥാനമാണ്. മെയിൻ ലീഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിളിച്ചേട്ടൻ തന്നെയാണ്. മൂന്നാമത് എനിക്ക് പറയാനുള്ള പടം എന്ന് പറഞ്ഞാൽ പുന്നാരം. 1995 റിലീസായ പടമാണ്. നമ്മുടെ കുഞ്ഞിക്കൂനനൊക്കെ ഡയറക്റ്റ് ചെയ്ത ശശി ശങ്കറാണ് ഈ സിനിമയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്.
എനിക്ക് ഈ പുന്നാരം എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയുമ്പോൾ ആ 1995 എന്നുള്ള വർഷം അത് ഒരു ആസ് എ ലീഡിങ് ആക്ടർ എന്നുള്ള രീതിയിൽ ജഗതി ചേട്ടൻ്റെ കരിയറിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വർഷം തന്നെ 1995. അതിൻ്റെ ആദ്യത്തെ പടമാണ്, അതിൻ്റെ എക്സാമ്പിളായിട്ട് ആദ്യത്തെ പടമാണ് പുന്നാരം. ഈ പുന്നാരത്തിൽ കൽപ്പന ചേച്ചിയാണ് കൂടെ കോ ആർട്ടിസ്റ്റായിട്ടുള്ളത്. അപ്പം ഒരു പക്ക ഒരു ഫാമിലി ഡ്രാമ തന്നെയാണ്. ഒരുപാട് സെൻറ്റ് സീക്വൻസ് ഒക്കെ ഉള്ള, നമുക്ക് തന്നെ തിയേറ്ററിലിരുന്ന് വിങ്ങി പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരുപാട് സീക്വൻസുകളുള്ള ജഗതി ചേട്ടൻ അഭിനയത്തിൻ്റെ അങ്ങേയറ്റം കൊണ്ടുപോയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പുന്നാരം എന്ന് പറയുന്ന സിനിമ. കാണാനുള്ള അവസരം കിട്ടുവാണെങ്കിൽ കണ്ടുപോക്കുക, യൂട്യൂബിലൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി അതേ വർഷം തന്നെ റിലീസായ പടമാണ് തോവാളപ്പൂക്കൾ. ഈ തോവാളപ്പൂക്കളെ പറ്റി സിനിമയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പടത്തിൻ്റെ സംവിധാനകനെ നമ്മൾ മറന്നുപോകാൻ പാടില്ല. സുരേഷ് ഉണ്ണിത്താൻ, ജാതകം, ഗീതാ ഗോവിന്ദം, അങ്ങനെ കുറേ സിനിമകൾ, രാധാമാധവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹീത നടൻ തന്നെ, സംവിധായകൻ തന്നെയാണ് സുരേഷ് ഉണ്ണിത്താൻ. അദ്ദേഹം ജഗതി ചേട്ടൻ ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ അതൊരു നല്ല ക്യാരക്ടർ ആയിരിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കഥ ഉണ്ടാക്കുന്നതാണ് തോവാളപ്പൂക്കൾ. ആ തോവാളപ്പൂക്കളിൽ വേലൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ, അതായത് ഇഷ്ടിക, മൺചട്ടി, മൺകലം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വേലൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ ഒരു കഥയാണ്. ആ കഥയിൽ ഒരു അപ്പർ കാസ്റ്റിലുള്ള ഒരാളുടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു സമുദായത്തിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും അതിൻ്റെ ഒരു റെമഡീസും ഒക്കെയാണ് ഈ സിനിമ. അപാര ഫൈറ്റുള്ളതാണ്, അപാരമായ അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമയാണ് തോവാളപ്പൂക്കൾ. ഞാൻ പറയുന്നത് മസ്റ്റ് വാച്ചാണ്. നമ്മളിപ്പോൾ ഇരുന്ന് ഒരുപാട് പഴയ പടങ്ങൾ റിലീസ് ചെയ്ത് വരുന്നു, പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ വിട്ടുപോകരുത്. ഒരു ക്ലാസ് മൂവി തന്നെയാണ് തോവാളപ്പൂക്കൾ. ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണാനുള്ള മഹാഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയാണ് ഫൈനൽ വൺ എന്ന് പറയുമ്പോൾ പീറ്റർ സ്കോട്ട്, ബിജു വിശ്വനാഥ് എന്ന് പറയുമ്പോൾ നമ്മൾ ദേജാവു എന്നൊക്കെ പറഞ്ഞിട്ട് ഹോളിവുഡിലും ബോളിവുഡിലും മോളിവുഡിലും ഒക്കെ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ടറൽ ഡെബ്യൂട്ടായിരുന്നു പീറ്റർ സ്കോട്ട് എന്ന പടം. ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്യാറ്റ് ആൻഡ് മൗസ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥമായ ഒരു ഉദാഹരണമാണ് ഈ സിനിമ. ഒരു സൈഡിൽ തിലകൻ ചേട്ടൻ, ഒരു സൈഡിൽ അമ്പിളി ചേട്ടൻ. അപാരമായ സിനിമയാണ്. നമ്മൾ ത്രില്ലടിച്ചിരുന്ന് പോകുന്നൊരു സിനിമ തന്നെയാണ് പീറ്റർ സ്കോട്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സായിട്ട് ഞാൻ ഈ സിനിമ വെച്ചത്. കാരണം തോവാളപ്പൂക്കൾ വേണോ പീറ്റർ സ്കോട്ട് വേണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സിനിമയുടെ സ്റ്റൈൽ വെച്ച് 1995 ഇറങ്ങിയ ഒരു സിനിമയാണ് പീറ്റർ സ്കോട്ട്. നല്ല പടമാണ്, സാമ്പത്തികമായി വിജയിച്ചൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക. അതിൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് കേട്ടി അറിയും, പീറ്റർ സ്കോട്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു പേര് തന്നെ അന്ന് കൊടുക്കുകയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയിലേഴ്സൊക്കെ തിയേറ്ററിൽ വരികയും അതുവഴി ഈ സിനിമ പോയി കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും സിനിമകൾ ജഗതി ചേട്ടൻ ലീഡ് ചെയ്തിട്ടുണ്ട്, അതായത് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഇടയിൽ പലർക്കും അറിയത്തില്ല. ഇനി ഇത് എൻ്റെ ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് ജഗതി ചേട്ടന്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ പ്രതിഭാ സംഗമം എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പല സ്കൂളുകളിൽ നിന്നുള്ള പിള്ളേരെല്ലാം കൂടെ വന്ന് ഒരു 10-15 ദിവസത്തോളം ഏതെങ്കിലും ഒരു സ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അടക്കം. അപ്പോൾ ഈ പരിപാടിയുടെ ഇടയിൽ ജഗതി ചേട്ടൻ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഈ സിനിമകളെ പറ്റി പറയുകയും ആ വർഷം റിലീസായ തോവാളപ്പൂക്കൾ, അതുപോലെ പീറ്റർ സ്കോട്ട്, കുഞ്ഞാർ എന്നീ സിനിമകളെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവുകയും അദ്ദേഹം എന്നെ അടുത്ത് വിളിക്കുകയും എൻ്റെ ഫാദറിനെ വിളിക്കുകയും നമ്മൾ രണ്ടുപേരോട് പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. സോ ഇത് അദ്ദേഹത്തിനായിട്ടുള്ള എൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞ സിനിമകളിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവസാനത്തെ 3 പടമെങ്കിലും കാണാൻ ശ്രമിക്കുക. പുന്നാരം, തോവാളപ്പൂക്കൾ, പീറ്റർ സ്കോട്ട്. ഓക്കെ, വൺസ് അഗൈൻ അമ്പിളി ചേട്ടാ നമസ്കാരം, ഗുഡ് ബൈ.